ഇനി റുക്കൂൽ എന്താ പറയണത്? സുബ്ഹാന റബ്ബി, എൻ്റെ റബ്ബ് പരിശുദ്ധനാണ്. അങ്ങനെ കുഞ്ഞിക്കണം കേട്ടോ. അതൊക്കെ ഞാൻ എപ്പോഴും പറയലുണ്ട്. നമ്മളിങ്ങനെ വയസ്സന്മാരിക്കണവർക്ക് മുട്ടുംകാലം നിർത്താതെ ഒരു എന്നെ നിർത്തുന്നതാണ് സുബ്ഹാന റബ്ബി അറിയും പോലെയല്ല. സുബ്ഹാന റബ്ബിയൽ അദീം, അദീമായ എൻ്റെ റബ്ബ് പരിശുദ്ധനാണ്. എൻ്റെ റബ്ബ്, അപ്പോൾ എന്താ റബ്ബ് പറഞ്ഞാൽ സൃഷ്ടിച്ചതവനാണ്, പരിപാലിച്ചു കൊണ്ടേയിരിക്കുന്നവനാണ്, ഉടമസ്ഥൻ അവനാണ്. അതിനാണ് കുഞ്ഞിക്കണത്. വേറൊരുത്തിൻ്റെ മുന്നിൽ കുനിയാൻ പാടില്ല. എന്തെങ്കിലും ആലോചിച്ച് നോക്കണേ നിങ്ങൾ. ഈ സുബ്ഹാന റബ്ബിയൽ അദീം എന്നുള്ളത് നിസ്കാരത്തിൽ ചൊല്ലാൻ തുടങ്ങിയത് എപ്പം മുതൽച്ചാണ്? ഏത് ആയത്തിറങ്ങിയതിൻ്റെ ശേഷമാണ്? ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അദീം എന്ന് അൽവാക്കിയ സൂറത്തിൽ അവതരിച്ചപ്പോഴാണ്. ഭാര്യമാരുടെ ഉദരത്തിലേക്ക് നിങ്ങൾ നിക്ഷേപിക്കുന്ന ശുക്ലകണത്തെക്കുറിച്ച് വല്ലപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ? അതിനെ മനുഷ്യ ശിശുവായി സൃഷ്ടിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്ന നിങ്ങളാണോ? അന്നോ ഖാലിഖു നാമാണോ? നമുക്കൊന്നുമില്ല. ഇനി മേലത്തിലുണ്ടെങ്കിൽ ശുക്ലം അത് ആരെ ഉദരത്തിലേക്ക് നിക്ഷേപിക്കുക? ഭാര്യൻ്റെ അല്ലേ? ശുക്ലം നമുക്കില്ല കേട്ടോ. എത്ര ആളിപ്പോൾ സങ്കടം പറഞ്ഞ ഉസ്താദെ കുട്ടികളായിട്ടില്ല. എന്തെല്ലാം ദയനീയ കഥകളാണെന്നറിയാം നിങ്ങൾ. ഓരോ പെണ്ണുങ്ങൾ ഇങ്ങനെ ചോദിക്കണത് ചിലപ്പോൾ ജയർസ് ചിലതൊക്കെ കേൾക്കുന്നുണ്ടാവും. പോയാൽ നമുക്ക് ചിലപ്പം ചില ചോദ്യമൊക്കെ ഓർക്ക് കിട്ടിയിട്ടാണ് കിട്ടൽ. ഒരുത്തനെ കൊണ്ടും കഴിയൂല ശുക്ലല്ലാത്തവൻ ഉണ്ടാക്കി കൊടുക്കാൻ. ആ ശുക്ലത്തിൽ എന്തില്ല എന്നാണ് പറഞ്ഞത്? കൗണ്ട് ഒരു മാർഗ്ഗമില്ല ഉസ്താദെ. ഒരു പെണ്ണെന്നാൾ പറയാം. അതുകൊണ്ട് ഡോക്ടർമാരെന്തോ ഒരു അവിഹിതമായ എന്തോ ഒരു രീതിയൊക്കെ പറഞ്ഞാൽ അതൊന്നും വേണ്ട, നമുക്ക് അത് കണക്കാക്കിയിട്ടില്ല, എത്തിയാൽ മതി ഒരു പെണ്ണ് പറയാണ്. ജയർഷത് കേട്ടോ. അപ്പോൾ അതുമില്ല നമുക്ക് ഞാൻ പറയണത്, അതുണ്ട്. അങ്ങനെ ആ ശുക്ലം അതിലുള്ള ഒരു ബീജം പോയിട്ട് സ്ത്രീൻ്റെ അണ്ടുമായിട്ട് കെട്ടിപ്പിടിച്ച് 9-9.5 മാസം വയറ്റിൽ ഗർഭപാത്രത്തിൽ അതിനെ ഘട്ടം ഘട്ടമായിട്ട് അതിൻ്റെ ഓരോ പരിണാമങ്ങളും കഴിഞ്ഞ് ലാസ്റ്റ് അതിനാണ് പ്രസവിച്ച് അല്ലേ? അതൊക്കെ റബ്ബിൻ്റെ കുതിരത്തല്ലേ? നിങ്ങളാരെങ്കിലും ആണോ? ആ ഘട്ടത്തിൽ ആ കുട്ടിക്ക് ഇന്ന കോർങ്ങാടുണ്ട്, അത് പ്രസവിക്കാൻ പറ്റൂല, പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളും കൊടുക്കും കുട്ടിയും കൊടുക്കും, എടുത്ത് ഒഴിവാക്കണം എന്നാണ് ഡോക്ടർമാർ പറയാം. എത്ര കേസ്, എത്ര ആൾ ഒഴിവാക്കണം? തലച്ചോറ്റക്കുള്ളൊരു നരമ്പില്ല, ലക്ഷക്കണക്കിന് നരമ്പുകളുണ്ട്, ഒരു നരമ്പില്ല ഞാൻ കഴിഞ്ഞു. അത് കൊടുക്കാനൊരു ഡോക്ടറെ കൊണ്ടും സാധ്യമല്ല. നിങ്ങൾ അത്തരം വാർത്തകളൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ അർത്ഥം വെച്ച് നോക്കി. നിങ്ങൾ അതിനെ മനുഷ്യ കുട്ടിയായി അതിനെ സൃഷ്ടിക്കുന്നത് നിങ്ങളാണോ ഞാനാണോ? നിങ്ങൾ കൃഷി ചെയ്യുന്ന വിത്തുണ്ടല്ലോ, അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അതിനെ കൃഷിയായി രൂപാന്തരപ്പെടുത്തേണ്ടത് നിങ്ങളാണോ നാമാണോ? ഒരു നെൽമണി കൊണ്ടുപോയിട്ടാൽ 100 മണികളുണ്ടാകുന്ന കൊലകളുള്ള ഒരു കൃഷിയായിട്ട് അതിങ്ങോട്ട് വരുന്നത്. ഒരൊറ്റ മണിയിൽ നിന്ന് 100 കണക്കിന് മണികൾ, ധാന്യമണികൾ ഉണ്ടാകുന്നു. ആ മണി മണ്ണിലിട്ടാൽ അതിൻ്റെ വേരടിയിലേക്കും അതിൻ്റെ കൂമ്പ് മുകളിലേക്കും വരുന്നത് മുളച്ചു പൊന്തുന്നു. ഇതൊക്കെ കേവലം യാദൃശികമാണോ? അതാ പറയണോ ലോ നഷാഉല ജഅൽനാഹു ഉത്താമൻ, നാം ഉദ്ദേശിച്ചാൽ നിങ്ങൾ ആ വിതച്ച വിത്തൊക്കെ എന്തായാലും പറയാം പതിരുണ്ടല്ലോ, ഒന്നുമില്ലാത്ത ഒരു മണി പോലും ഇല്ലാത്തതാവും. പിന്നെ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വിലപിക്കാനേ പറ്റുള്ളൂ. നമ്മൾ കൃഷിയൊക്കെ നഷ്ടത്തിലായി എന്ന് പറയാനല്ലാതെ ഒന്നിനും നിങ്ങളെ കൊണ്ട് കഴിയൂല. അപ്പം നിങ്ങളുടെ സൃഷ്ടിപ്പ് മാത്രമല്ല, നിങ്ങളുടെ പരിചരണവും ഞാനാണ്. ചോറിൻ്റെതാണ്, അതിനുള്ള മണ്ണ് അള്ളാൻ്റെതാണ്. എന്തെല്ലാം മണ്ണുകൾ അള്ള ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒക്കെ ഒരേ മണ്ണും ഒരേ കല്ലും ആണെങ്കിൽ എന്തെങ്കിലും നടക്കുമോ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് അതൊക്കെ?